നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേമ്പിൻ്റെ ഇല കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ചേമ്പിൻ്റെ ഇല ഏത് ഇലയാണ് മുറിക്കാമെന്ന് കാണിച്ചു തരാം. വലിയ വിടർന്ന് നിൽക്കുന്ന ഇലയല്ല നമ്മൾ മുറിക്കാം. നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാണ് ആനച്ചേമ്പ്. ഇതിൻ്റെ തണ്ടുകൊണ്ടൊക്കെ ഞാൻ ഉപ്പേരി എല്ലാ ചേമ്പും തണ്ട് ആ ഒരു കറിയൊക്കെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ തളിര ഇല കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതാ ഇതൊക്കെ പറ്റും. ഇനി വേണം കേട്ടോ, അതൊന്നും പോരാ. അയ്യോ, ഈ ഇല കാണുമ്പോൾ മുറിക്കാൻ തോന്നണില്ല. നല്ല കോമ്പിനേഷൻ. ഈ കളറും അതിൻ്റെ ഇടയിലത്തെ ആ കളറും കൂടെ എന്ത് ഭംഗിയ കോമ്പിനേഷൻ. ഇപ്പോൾ മാറും. ഇതിൻ്റെ കറി ആയിക്കഴിഞ്ഞാൽ എൻ്റെ സാരിയുടെ പണി തീരും. പിന്നെ ലേശം മതി കറിയാവാണ് കേട്ടോ. നല്ല ചന്തള്ള കണ്ട സുന്ദരൻ ഇല, സുന്ദരി ഇല, സുന്ദരി മതി കണ്ടോ. അങ്ങനെ ചുരുണ്ട് നിൽക്കണ ഇലയൊക്കെയാണ് ശരിക്കും നല്ലത്. അയ്യോ, ഇതിനൊരു ചെറിയ വാട്ടുണ്ടല്ലോ. എന്താണോ, കുമ്പളവള്ളിയാണിത്. ഞാൻ ഈ മാവിൻ്റെ മുകളിൽ കയറിയാൽ അത് സാരമില്ല വിചാരിച്ച് വെക്കിയ സാധനമാണ്. പൂവിടണിട്ട് കാണാനും ഇല്ല. പത്രോട ഉണ്ടാക്കാൻ പറ്റിയ സാധനം. നീ അന്ന് ചോദിച്ചില്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കണത് പത്രോട. ഇത് കഴുകണത് എന്താ അറിയോ, കഴുകുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു ചിലപ്പോൾ ഇങ്ങനെ മാറാല പോലെ ഒരു എട്ടുകാലി പോലെ ഒരു സാധനം ഉണ്ടാവും, ഒരു ചാതി, എട്ടുകാലി ചാതി ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കഴുകുമ്പോഴും ഇത് വെക്കുമ്പോഴൊക്കെ, ഉപ്പേരി വെക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഇവിടെ മാത്രം നോക്കിയാൽ പോരാന്ന്, പിന്നിലും കൂടി നോക്കണം. അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ, ഇത് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ കീറി എടുക്കാം നമുക്കതിനെ. ഞാൻ കാണിച്ചു തരാം. കീറി കഴിഞ്ഞിട്ടൊന്ന് ഈ ചേമ്പിൻ്റെ ഇല കൊണ്ടാണ് പത്രോട ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പത്രോട കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. കുട്ടനോട് പറഞ്ഞാലേ, നീ അല്ലേ ചോദിച്ചേ പത്രോട. ഇതാ കണ്ടോ, അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടു. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചീന്തി എടുക്കുക. ഇതാ കണ്ടോ, ഇത് വെക്കാനല്ല പണി കേട്ടോ. ഇതിൻ്റെ ഈ പ്രൊസീജിയർക്കാണ് പണി. ഇതിൻ്റെ ഓരോ സംഭവങ്ങൾ ചെയ്യാം. ഇതൊക്കെ അതിന് പോകുന്നത് തണ്ടില്ല കേട്ടോ. ഈ വലിയ തണ്ട് എടുക്കലില്ല അതിന്. എല്ലാൻ്റെ വീതിയിലുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ചെറുതാക്കണം. അങ്ങനെ അത്രയൊക്കെ വേണം. അപ്പോൾ എന്തിനാന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി എന്താ ചെയ്യാണ്, നമ്മളിതാ കണ്ടോ, ഇതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടും. അതുകൊണ്ടാണ് തളിയുടെ ഇല എന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നിട്ട് കെട്ടിയിട്ട് അതിനെ ഇങ്ങോട്ട് ചുരുട്ടും. അങ്ങനെയാണ് അതിൻ്റെ ചുട്ടി കുഞ്ഞ് കെട്ടാക്കി ഇങ്ങനെ എടുക്കുക. കാണിച്ചു തരാം. ഒക്കെ കഴിഞ്ഞിട്ട് കാണാം, അതാ നല്ലത്. ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടൊക്കെ നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഇതിനിങ്ങനെ ചീന്തി എടുക്കും. നമ്മൾ ആ കഷ്ണത്തിനായിട്ട് കെട്ടുകയാണ് കേട്ടോ. ഉണ്ടോ, ഒന്നിങ്ങനെ ചുരുട്ടിയിട്ടാണ് കെട്ടുക. അപ്പം അതൊക്കെ വേണം ശ്രദ്ധിക്കണം, പൊട്ടാൻ പാടില്ല കേട്ടോ. ഇതാ അത്രയേ ഉള്ളൂ പണി. ഈ കെട്ടലാണ് ഇത്തിരി പണി. ഇതാ അങ്ങനെ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്കങ്ങനെ അല്ല അടിയല്ല, ഇപ്പുറം
അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാ കെട്ടിട്ട് വെച്ചെണ്ണാന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ശരിക്കുള്ള ഒരു രീതി ഇങ്ങനെയൊന്നും അല്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ. പക്ഷേ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് കെട്ടിട്ടിട്ടാണ് അവരുണ്ടാക്കിയത്. പിന്നെ നല്ല ബുദ്ധിമുട്ടി, കുട്ടികളൊക്കെ കൂടി കേട്ടോ, ഡാൻസിൻ്റെ കുട്ടികളൊന്നും അവരൊക്കെ കൂടി അവരോട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാൻ അതിലേക്ക്. ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല സ്വാദാണ്. അരി വറുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കടുക് വറുത്തിടുന്നില്ല, അരി മാത്രമാണ് വറവിടുന്നുള്ളൂ കേട്ടോ. അരി കറക്റ്റ് മൂപ്പാവണം കേട്ടോ, അല്ലെങ്കിൽ അരി കടിക്കും. പിന്നെ എല്ലാം കിട്ടാൻ പറയായിരുന്നു. മൂപ്പായി കഴിഞ്ഞാൽ ഈ ഉള്ളി, സാധാരണ ഉപ്പേരിക്കൊക്കെ ഉള്ളി താളിക്കാറില്ലേ, ഇത്രയുള്ളൂ. അത് അമ്മീമ്മ ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം. അതിൻ്റെ വയ്ക്കാനേ ചതച്ച മുളകും കൂടെ ഇടണം. എരിവ് വേണ്ടെങ്കിൽ അത് ഇടണ്ട കേട്ടോ, ചതച്ച മുളക് ഇടണ്ട. ഇനി നമ്മുടെ ഇലയും കൂടെ ഇടണേ, കെട്ടിട്ട് വെച്ച. യെസ്, ഇതാണ് താരട്ടോ. ഇതിൽ ഉപ്പ് ഒപ്പം തന്നെ ഇടണം. ചിലർക്ക് വളരെ ദുർലഭം, ചിലർക്ക് ചേമ്പ് ചൊറിയും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ചേമ്പ് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ പുളി ഒഴിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിയുന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലേശം പുളി അതിൻ്റെ കൂടെ പിഴിഞ്ഞ് വീഴ്ത്താം. അത് കുറച്ച് മതി. ഒരു സ്പൂണൊക്കെ പുളി, ഒരു ടീസ്പൂൺ പുളി എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിലങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ അടച്ചു വെക്കണതിന് മുന്നേ ചേമ്പിൻ്റെ ഇല ഇടുമ്പോൾ തന്നെ ഒരു ലേശം പുളിയിടാം. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചൊറിയില്ലെന്ന് ഞാൻ പറയാം കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡി. ഒരു 2-3 മിനിറ്റ് അത്രേ വേണ്ടൂ കേട്ടോ. പ്രത്യേകിച്ച് അടുപ്പത്ത് വയ്ക്കുമ്പോൾ നല്ലോണം പെട്ടെന്നാവും അത്. അപ്പോൾ ഞാനത് വാങ്ങാൻ പോവുകയാണ്. ഒരു പണിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കണ കണ്ട അതേപോലെ അങ്ങനെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. തുറന്നൊന്ന് കാണിച്ചു തരാം അല്ലേ. ഇത് ഉപ്പേരി ഉണ്ടായി കഴിഞ്ഞാൽ അധികം ആ ചൂട് ആറിയിട്ട് പിന്നെ അടച്ചു വെച്ചാൽ മതി. ഇതിൽ ചിലപ്പോൾ അതുങ്ങൾ കൂടുതൽ വെന്ത് പോവും. അപ്പം അരിയൊക്കെ നല്ലോണം ഇങ്ങനെ കടിക്കണം, അരിയും ഉള്ളിയൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇതിലാകെ എനിക്ക് ചേമ്പിൻ്റെ ഇല വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചൊറിച്ചിലൊന്നുമില്ല. ഇത് ഈ കാലത്ത് തന്നെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ താളിനണ്ടിൻ്റെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നൊരു നെയ്യ് വരുത്തണേ, അങ്ങനൊരു വിശ്വാസം ഉണ്ട് പറയണു. അതാണ് ചൊറിയാതിരിക്കാൻ കാരണം എന്ന് പറയണു. ചിലപ്പോൾ അതൊക്കെ അവർക്ക് ഈ കാലത്ത് ഇത് ഉപയോഗിക്കണതിൻ്റെ ഒരു ചൊറിച്ചിലില്ലാണ്ട് ഉപയോഗിക്കണതിൻ്റെ കാരണം അതാവും. അങ്ങനെ നിങ്ങൾക്ക് ചൊറിയുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പുളി എടുത്തിട്ട്, വളരെ കുറച്ച് പുളി എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഇലയുടെ മുകളിൽ ഇത് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ ഇട്ടോ പേസ്റ്റ് വാരിയാക്കിയിട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഇത് മോര് കൂട്ടിയ ചോറിലേക്കൊക്കെ നല്ല സ്വാദം, തൈര് കൂട്ടിയ ചോറിലേക്കൊക്കെ. ഇപ്പോൾ ഇത് കൂട്ടി ഇടാൻ പോലും ഇല്ല കേട്ടോ, അത്ര കുറച്ചേ ഉള്ളൂ. ഇവരെല്ലാവരും നല്ലോണം കഴിച്ചിടണം. വലിയ പ്രശ്നങ്ങളൊന്നും ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ പിന്നെ അതിനെ ക്ലാസ്സിലേക്ക് പോയി, അതുണ്ടായത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ ധാരാളം വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ അകത്തേക്ക് കഴിക്കാൻ നോക്കുക എല്ലാവരും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.